ജനുവരി 6, 2001 ആലുവയിലെ കൂട്ടക്കൊലപാതകം. ആലുവയിലെ മാഞ്ഞൂരാൻ വീട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകം. അഗസ്റ്റിൻ, ഭാര്യ ബേബി, അവരുടെ മക്കളായ ജസ്മോൻ, ദിവ്യ, അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണി, അഗസ്റ്റിൻ്റെ അമ്മ ക്ലാര എന്നിങ്ങനെ 6 പേരാണ് അന്ന് നിഷ്കരണം കൊല്ലപ്പെട്ടത്. ആദ്യം പോലീസിന് പ്രതികളുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ബന്ധുവും ഇവരുടെ വീട്ടിലെ നിത്യസന്ദർശകനുമായിട്ടുള്ള ആൻ്റണിയാണ് കൊല ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അതായത് ആൻ്റണിക്ക് വിദേശത്തേക്ക് പോകാനുള്ള പണം അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അന്ന് ആൻ്റണി വീട്ടിലേക്ക് വരുമ്പോൾ അഗസ്റ്റിനും കുടുംബവും ഒരു സിനിമയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അഗസ്റ്റിനും ഭാര്യയും മക്കളും അന്ന് സിനിമയ്ക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആൻ്റണിയും കൊച്ചുറാണിയും തമ്മിലുള്ള വാക്ക് തർക്കത്തിൽ ആൻ്റണി കൊച്ചുറാണീനെ കുത്തിക്കൊലപ്പെടുത്തി. ഈ ശബ്ദം കേട്ട് ഓടി വന്ന അമ്മ ക്ലാരേനെയും കൊലപ്പെടുത്തി. താൻ ഇവിടെ വന്നത് ആൻ്റണിയും കുടുംബവും കണ്ടതുകൊണ്ട് അവർ വരുന്നത് വരെ ആൻ്റണി വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം അവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്താട്ടോ. അങ്ങനെ ഈ റിപ്പോർട്ടിൽ തൃപ്തിയില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ബന്ധുക്കൾ പ്രതിഷേധം ശക്തമാക്കുകയും ഈ കേസ് CBIക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ CBIയുടെ അന്വേഷണത്തിലും ആൻ്റണി തന്നെയാണ് കൊല ചെയ്തതെന്ന് കണ്ടെത്തുകയും CBI കോടതി അന്ന് ആൻ്റണിക്ക് വധശിക്ഷയാണ് വിധിക്കുകയും ചെയ്തതാട്ടോ. അപ്പോൾ ഹൈക്കോടതിയും ഈ ശിക്ഷ ശരിവെച്ചു. പക്ഷേ സുപ്രീം കോടതി പിന്നീട് ഈ ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇന്ന് ജനുവരി 6, 2026 ആകുമ്പോൾ ഈ ക്രൂര കൊലപാതകം നടന്നിട്ട് 25 വർഷം തികയുകയാണ്.